പെർസെന്റേജ് ഒന്നും അറിഞ്ഞില്ലല്ലോ. Hi friends, once again welcome. Welcome to Celsius mentor program. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ടാക്സ് എന്ന് പറയുന്നത് PSC കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിലും മറ്റേത് മിലിറ്ററി ആയാലും വേറെ ഏത് ടെസ്റ്റ് ആയാലും ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ്സ്, നമ്മൾ ടാഗ് എന്നുള്ള പദത്തിന് എന്തോ, നമ്മളിപ്പം ഒരു കടയിൽ ഒരു സൂട്ട് കേസ് മേടിച്ചാൽ അതിനകത്ത് ഒരു ടാഗ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഷർട്ട് മേടിക്കുമ്പോൾ, ടീഷർട്ട് മേടിക്കുമ്പോൾ അതിനകത്ത് ടാഗ് ഉണ്ടായിരിക്കും. ടാഗ് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ അത് ധരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ ഒരു സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനെ ടാഗ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെഗുലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റെഗുലർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണം വാട്ട്, വെയർ, വെൻ, വിച്ച്, വൈ, ഇത് റെഗുലർ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ. പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈസ്, വാസ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഇങ്ങനെയുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആർ യു ഫൈൻ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ. ഡിഡ് യു ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ. അങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ക്വസ്റ്റ്യൻ അല്ല. ഒരാൾ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു എൻക്വയറി നടത്തുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യഥാർത്ഥത്തിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ ഇപ്പം ബേസിക് ആയിട്ട് പല ടീച്ചേഴ്സ് പോലും റോങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. അവരെല്ലാ സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് അവസാനം ഉപയോഗിക്കുന്നത് ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്. പക്ഷെ ഈസിന്റ് ഇറ്റ് മാത്രമല്ല ക്വസ്റ്റ്യൻ ടാഗ്, അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. ഈസിന്റ് ഇറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ ഈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈസിന്റ് ഇറ്റോ ഈസിറ്റോ വരത്തുള്ളൂ. അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഈസിന്റ് ഇറ്റ് മാത്രമാണെന്നാണ്. ഇതൊരു ഈസി ടോപ്പിക് ആണ്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഓക്സിലറി വെർബ്സ് എന്തുവാണെന്ന് അറിയാമെങ്കിൽ ഇതൊരു ഈസി ടോപ്പിക് ആണ്. ഓക്സിലറി വെർബ് അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നത്തെ ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ്സ്. അന്നേരം ക്വസ്റ്റ്യൻ ടാഗ്സ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ഇടണം. എന്നാലേ എനിക്കത് ക്ലിയർ ആയിട്ട് അതിനുള്ള ആൻസർ പറയാൻ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ ടാഗ്സിന്റെ ബേസിക് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് അവസാനം ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. നിങ്ങളുടെ സഹായത്തോടെ അതിന്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്യും. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? എ ക്വസ്റ്റ്യൻ ടാഗ് is a short question added to the end of a sentence, usually to confirm or check information. അതായത് നമ്മൾ ഈ സെന്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സെന്റൻസിന്റെയും അവസാനം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കത്തില്ല. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻസിന്റെ അവസാനം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കത്തില്ല. ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് സ്റ്റേറ്റ്മെന്റ്സിന്റെ അവസാനം വരും. പിന്നെ സജഷൻ സെന്റൻസ് വിത്ത് ലെറ്റ്സ് എന്ന് പറയുന്ന സജഷൻ സെന്റൻസ് ഉണ്ട്, അതിന്റെ അവസാനം വരും. പിന്നെ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഓർഡേഴ്സ്. ഉദാഹരണത്തിന് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, ദാറ്റ് ഇസ് ആൻ ഇമ്പറേറ്റീവ് സെന്റൻസ്, ദാറ്റ് ഇസ് ആൻ ഓർഡർ. ഓക്കെ, ഇതിന്റെ ഈ 3 ടൈപ്പ് സെന്റൻസിന്റെ അവസാനമേ ക്വസ്റ്റ്യൻ ടാഗ് വരുത്തുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗ്സ് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ്, വൈ ആർ യു ഹിയർ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കത്തില്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗിന്റെ സ്ട്രക്ചർ. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്.
അത് നിങ്ങൾ ഇപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഒരു സെന്റൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഹിയർ, ദാറ്റ് സെന്റൻസ് ഈസ് നെഗറ്റീവ് ബിക്കോസ് ആ സെന്റൻസിനകത്ത് നോട്ട് എന്നുള്ള വാക്കുണ്ട്. അതിൽ സെന്റൻസിനകത്ത് നോട്ട്, നൺ, നോ, നിൽ, നേ, നെവർ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്ത സെന്റൻസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അന്നേരം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്, ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? Okay, let us go to the next slide. Example. She is coming. This sentence നോക്കിയേ, പോസിറ്റീവ് ആണ്. ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ട് ഒരു വാക്കുകളും ഇല്ല. ഷീ ഈസ് കമ്മിങ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നോക്കിയേ നെഗറ്റീവ്. പക്ഷെ ഈ സെന്റൻസ് നോക്കിയേ, ഹി ഡസൻ ലൈക്ക് ഇറ്റ്. ഈ സെന്റൻസ് നെഗറ്റീവ് ആണ് ബിക്കോസ് ഡസ് നോട്ട് ഈസ് ദെയർ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. ഇവിടെ നോട്ട് ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞ സൈഡിൽ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. I think that is very clear. Now rules. Identify the auxiliary verb in the sentence. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഓക്സിലറി വെർബ്സ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ്? ഒരു ഓക്സിലറി വെർബിന്റെ എക്സാമ്പിൾ പറയൂ. Is is an auxiliary verb. ഓക്സിലറി വെർബ് ഇംഗ്ലീഷിൽ രണ്ട് ടൈപ്പ് ഓക്സിലറി വെർബ്സ് ഉണ്ട്. മെയിൻ ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും. ഈ മെയിൻ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ബി ഫോം. ബി ഫോം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ബി ഫോംസ് എന്ന് പറഞ്ഞാൽ ഈസ്, ആർ, ആം. ഇതാണ് ബി ഫോം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? അതായത് ബ്രാക്കറ്റിൽ ബി എന്നിട്ടിട്ട് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. പല കുട്ടികൾക്ക് പറഞ്ഞൂടെ ഈ ബി എന്തുവാണ്? അവര് ബീങ് എന്നും ബീനെന്നും ഒക്കെ എഴുതി വെക്കും. അല്ല, ബി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ ഈസ്, ആർ, ആം. പിന്നെ അതിന്റെ പാസ്റ്റ് ഫോം വാസ് ആൻഡ് വർ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ബി ഫോം ഈസ് എന്ന് പറഞ്ഞാൽ ബി. ഓക്കെ, അന്നേരം ബി ഫോംസ് ഉണ്ട്. പിന്നെ ഡു ഫോംസ് ഉണ്ട്. ഡു ഫോംസ് എന്ന് പറഞ്ഞാൽ ഡു, ഡസ്, ഡിഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ. പിന്നെ ഹാവ് ഫോംസ് ഉണ്ട്. ഹാസ് ആൻഡ് ഹാവ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്. അന്നേരം മെയിൻ ഓക്സിലറീസ് 3 ടൈപ്സ് ആണുള്ളത്. ബി ഫോംസ്, ഹാവ് ഫോംസ് ആൻഡ് ഡു ഫോംസ്. എവരെന്താ മെയിൻ ഓക്സിലറി എന്ന് പറയുന്നത്? കാരണം മെയിൻ വെർബ് ഇല്ലാതെ ഈ ഓക്സിലറി വെർബ് ഒരു വെർബായിട്ട് നമുക്ക് സെന്റൻസിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഐ ഹാവ് എ കാർ. അവിടെ ഐ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, സബ്ജക്റ്റ് ആണ്. കാർ എന്ന് പറയുന്നത് നൗൺ ആണ്. അതിനകത്ത് വേറെ വെർബ് ഒന്നുമില്ല. ഐ ഹാവ് എ കാർ. അതിനകത്ത് വെർബ് എന്ന് പറയുന്നത് ഹാവ് ആണ്. ഹാവ് എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ വെർബ്. എന്നാൽ ഈ മെയിൻ ഈ ഓക്സിലറി വെർബ്സിനെ ഇതിനകത്ത് ഡു ഫോംസിനെയും ബി ഫോംസിനെയും ഹാവ് ഫോംസിനെയും മെയിൻ ഓക്സിലറീസ് വിളിക്കാൻ കാരണം അത് ഹെൽപ്പിംഗ് വെർബ്സ് ആയിട്ട് വരാം. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് കമ്മിങ് ടുഡേ. അല്ല, ഈസ് അവിടെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ടാണ് വരുന്നത്. കമ്മിങ് ആൾറെഡി ഒരു വെർബ് അവിടെ ഉണ്ട്. ഷീ ഈസ് കമ്മിങ്. അതേ സെന്റൻസ് വേറൊരു സെന്റൻസ് ഷീ ഈസ് ഗുഡ്. ഗുഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഷീ എന്നുള്ളത് പ്രോനൗൺ ആണ്. അതിനകത്ത് വേറെ വെർബ് ഇല്ല. അതിനകത്തുള്ള വെർബ് എന്ന് പറഞ്ഞാൽ ഈസ് മാത്രമേ ഉള്ളൂ. കാരണം വെർബ് ഇല്ലാതെ ഒരു സെന്റൻസും ഇല്ല. സബ്ജക്റ്റും വെർബും ഇല്ലാതെ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവറ്റകളെ മെയിൻ ഓക്സിലറീസ് എന്ന് വിളിക്കും. പിന്നെ മെയിൻ ഓക്സിലറീസ് അല്ലാതെ മോഡൽ ഓക്സിലറീസ് ഉണ്ട്. മോഡൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ വിൽ, വുഡ് അതിന്റെ പാസ്റ്റ് ടെൻസ്, ക്യാൻ അതിന്റെ പാസ്റ്റ് ടെൻസ് കുഡ്, മേ അതിന്റെ പാസ്റ്റ് ടെൻസ് മൈറ്റ്, ഷാൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ഷുഡ്,
പിന്നെ O2 മീനിങ് ഓഫ് O2 ഈസ് മീൻസ് ഷുഡ്. ഇത് മോഡൽ ഓക്സിലറീസ് ആണ്. ഈ മോഡൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വെർബായിട്ട് പറയത്തില്ല. ഫോർ എക്സാമ്പിൾ ഷീ വിൽ മീ, അതൊരു സെന്റൻസ് വരത്തില്ല. വില്ലിന്റെ കൂടെ ഒരു വില്ലിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷീ വിൽ കിൽ മീ, നമുക്കൊരു വെർബ് ചേർത്തേ പറ്റൂ. ഷീ വിൽ മീ എന്ന് പറഞ്ഞ് നമുക്ക് സെന്റൻസ് ഉപയോഗിക്കത്തില്ല. ഐ ക്യാൻ ഹാവ്, അങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഐ ക്യാൻ ഹെൽപ്പ് ഹർ. പകരം ഈ മോഡൽ ഓക്സിലറീസ് വേറൊരു വെർബ് ഇല്ലാതെ, അതായത് നമ്മുടെ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ക്യാൻ, പിന്നെ ഗോ, കം, സ്ലീപ്, ഈറ്റ്, റൺ, അതൊക്കെ നമ്മൾ മെയിൻ വെർബ്സ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ക്രിയകൾ എന്ന് പറയുന്നതാണ്. അതില്ലാതെ ഈ മോഡൽ ഓക്സിലറീസ് വരത്തില്ല. അന്നേരം ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അത് മെയിൻ ഓക്സിലറീസ് ആണ്, മോഡൽ ഓക്സിലറീസ് ആണ്. അന്നേരം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ് ഇൻ ദ സെന്റൻസ്. ആ സെന്റൻസിലെ ഏത് ഓക്സിലറി വെർബ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പോയിന്റ് നമ്പർ 2, യൂസ് ദ സെയിം ടെൻസ് ആസ് ഇൻ ദ മെയിൻ സെന്റൻസ്. ആ സെന്റൻസിലെ തന്നിരിക്കുന്ന ടെൻസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, ആ ടെൻസ് തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ പ്രോനൗണിന്റെ ഈ ക്വസ്റ്റ്യന്റെ ഓക്സിലറി വെർബിന്റെ അവസാനം ഒരു പ്രോനൗൺ ഉപയോഗിക്കണം. ഈ പ്രോനൗൺ ഉപയോഗിക്കുന്നത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അതിന്റെ ഒരു പ്രോനൗൺ എന്ന് നമുക്ക് പറയുന്നത് ദേ. ഓക്കെ, ഷീന എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ പ്രോനൗൺ എന്ന് പറഞ്ഞത് ഷീ. ടോം എന്നുള്ള സബ്ജക്റ്റ് ആണ് സെന്റൻസിൽ ഉള്ളതെങ്കിൽ അതിന്റെ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഹി. Subject of the sentence should be represented with the correct pronoun. Use a pronoun, use the same tense, identify the auxiliary verb. നേരത്തെ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു, അതേത് പോയിന്റ് ആണെന്ന് ഓർമ്മയുണ്ടോ? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് should be negative. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് should be positive. ಅಂದ್ರೆ ഈ 4 റൂൾസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്ലിയർ ആണോ? പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാമല്ലോ, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ് us go to the next slide. If no auxiliary verb, use do, does, did. അങ്ങനെ നോ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് അത് ശരിയല്ല. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് സെന്റൻസിൽ വിസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഷീ വർക്ക്സ് ഹാർഡ്, അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. നമ്മൾ പഠിച്ച ഓക്സിലറി വെർബ് ഏതൊക്കെയാ? ഈസ്, ആർ, അതില്ല. വാസ്, വേർ ഇല്ല. ഹാവ്, ഹാസ് ഇല്ല. ഹാഡ് ഇല്ല. വിൽ ഇല്ല. ഷാൾ ഇല്ല. ഷുഡ് ഇല്ല. അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറയുവാണെങ്കിൽ ഷീ വർക്ക്സ് ഹാർഡ്, അതിന്റെ അർത്ഥം അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലെന്നല്ല. അന്നേരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെയിൻ വെർബ് ഐഡന്റിഫൈ ചെയ്യുക. മെയിൻ വെർബ് ഐഡന്റിഫൈ ചെയ്യുന്ന വർക്ക്സ്, ഷീ വർക്ക്സ് ഹാർഡ്. അതിന് ആ വർക്ക്സിനകത്ത് ഉള്ള ഒരു ഓക്സിലറി വെർബ് ഉണ്ട്, അത് ഡസ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസ് വെർബ് അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പോകുന്നത് ഡസ് ആണ്. അത് പ്ലൂറൽ ആണെങ്കിൽ ഡു ആണ്. അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് ഇൻവിസിബിൾ ആണെങ്കിൽ, അതായത് നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ, ദ ഓക്സിലറി വെർബ് ഈസ് ഹിഡൻ ഇൻ ദ മെയിൻ വെർബ്. ഓക്കെ, വർക്ക്സ് ആണെങ്കിൽ ഡസ്, ഗോസ് ആണെങ്കിൽ ഡസ്, സ്മൈൽസ് ആണെങ്കിൽ ഡസ്, വർക്ക് ആണെങ്കിൽ ഡു, ഗോ ആണെങ്കിൽ ഡു. ഓക്കെ, സ്മൈൽ ആണെങ്കിൽ ഡു, സ്മൈൽഡ് ആണെങ്കിൽ ഡിഡ്, പാസ്റ്റ് സ്മൈൽഡ് പാസ്റ്റ് ടെൻസ്, ഡിഡ്. വർക്ക്ഡ് ആണെങ്കിൽ ഡിഡ്. ഓക്കെ, വെന്റ് ആണെങ്കിൽ ഡിഡ്. ಅಂದ್ರೆ ഈ ഡൂം ഡസും ഡിഡും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആ സെന്റൻസിൽ ആ ഓക്സിലറി വെർബ് ഈസ് നോട്ട് വിസിബിൾ, നമ്മൾ ഡുവോ ഡസോ ഡിഡോ ഉപയോഗിക്കണം. പിന്നെ വേറെ വിത്ത് ഐ ആം, ടാഗ് ഈസ് നെഗറ്റീവ്. നിങ്ങൾ നോക്കിയാൽ ഈ ഐ ആം എന്നുള്ളത് ഐ ആം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്.
അന്നേരം അതിന്റെ ടാഗ് അയാമിന്റെ ആമിന്റെ എന്ന് പറയത്തില്ല, ആമിന്റെ എന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കത്തില്ല. നെഗറ്റീവ് ഫോം ഓഫ് അയാം ഈസ് ആൻഡ് ആണ്. ഓക്കെ, അതൊരു എക്സെപ്ഷൻ ആണ്. ആമിന്റെ നമ്മൾ ഉപയോഗിക്കത്തില്ല. പക്ഷെ ഇവിടെ ഐ ആം നോട്ട് ആണെങ്കിൽ അത് ആം ഐ എന്ന് ഉപയോഗിക്കും. പക്ഷെ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്, അത് നെഗറ്റീവ് ആൻഡ് ആണ്. പിന്നെ ഇമ്പറേറ്റീവ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഡർ ടൈപ്പ് സെന്റൻസ് ആണ്. ഓർഡർ ടൈപ്പ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്. ക്ലോസ് ദ ഡോർ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഓക്കെ, leave from here, bring me a glass of water. It can be not an order, but it's a imperative sentence ആണ്. Imperative sentence always start with a verb, and the subject always is you. For example, when I say get out from here, I mean you get out from here. Come in please, that means you come in. Okay, go away, that means you go away. So in this type of imperative sentence, the subject is always you, and these are imperative sentences. ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് should be always will you. You need not follow any other rules. ഒരു imperative sentence ആണ്. ഓർഡർ ടൈപ്പ് സെന്റൻസുകളാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് should be always will you. ക്ലിയർ ആണോ? അത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു അനീഷ. Common models and tags: can, and the negative can't, should, shouldn't, must, mustn't, will, won't. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോഡൽ ഓക്സിലറീസ്: can, could, shall, should, may, might, will, would. ഇതെല്ലാം മോഡൽ ഓക്സിലറീസ് ആണ്. ഇനിയുള്ള പോയിന്റ് എന്താ പറയുക? ആഫ്റ്റർ ലെറ്റ്സ് the question tag is usually shall be. ലെറ്റ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ സെന്റൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാണ്. അത് നമ്മളിപ്പം 4-5 പേര്, അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ മോർ ദാൻ വൺ പേഴ്സൺ വിൽ ബി ദെയർ. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രിങ്ക്, അതൊരു സജഷൻ ആണ്. ലെറ്റ്സ് ഹാവ് സം മ്യൂസിക്, അതൊരു സജഷൻ ആണ്. ലെറ്റ് us go for a movie tonight, അതൊരു സജഷൻ ആണ്. ലെറ്റ്സ് വരുന്ന സെന്റൻസുകളിൽ ക്വസ്റ്റ്യൻ ടാഗ് will be always shall be. Okay, shall be എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, shall be. ഓക്കെ, അന്നേരം ഞാനിപ്പം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നത്. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, അതായത് ഓർഡർ ടൈപ്പ് സെന്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് is always will you. അതായത് സജഷൻ സെന്റൻസ് ആണെങ്കിൽ, സജഷൻ സെന്റൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റ്സ് ആണെങ്കിൽ അത് shall be. പിന്നെ മറ്റുള്ള ടൈപ്പ് സെന്റൻസ് വരുമ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ ദ auxiliary verb, make the question tag negative or positive based on the given statement, then take a suitable pronoun. അന്നേരം സെന്റൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റ്സും സെന്റൻസ് സ്റ്റാർട്ടിംഗ് ഇമ്പറേറ്റീവ് സെന്റൻസ് ഓർഡർ ടൈപ്പ് സെന്റൻസ് ആണെങ്കിൽ ക്ലിയർ ആണ്, അത് will you ആണ് ആൻഡ് shall be ആണ്. After the imperative do, don't do, etc., the tag is usually will you. നമ്മൾ ആൾറെഡി അത് ഡിസ്കസ് ചെയ്യാണ്. ഓപ്പൺ ദ ഡോർ, will you. Don't be late, will you. അന്നേരം ഇങ്ങനെ ഇമ്പറേറ്റീവ് സെന്റൻസ് വരുവാണെങ്കിൽ ആൾവേസ് ഇറ്റ് ഈസ് will you. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിപ്പോ എന്റെ ക്ലാസ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പേപ്പറിനകത്ത് ഈവൻ യു ക്യാൻ സ്ക്രിബിൾ ഇറ്റ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചില വാക്കുകളുണ്ട്, അവയെ സെമി നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയും. ഒന്ന്, വളരെ വലിയ ലിസ്റ്റ് ഒന്നുമില്ല, കുറച്ച് വാക്കുകളേ ഉള്ളൂ. സെൽഡം, barely, scarcely, hardly, few, little are semi negative words.
അതായത് ഇതുകൊണ്ട് എന്താ നമ്മൾ സെമി നെഗറ്റീവ് എന്ന് പറയുന്നത്? നോ വൺ അറ്റൻഡഡ് ദ മീറ്റിംഗ്, അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ്. പക്ഷെ ഞാൻ പറയുവാണ് few people attended the meeting. Few people attended the meeting. Few people attended the meeting എന്ന് പറഞ്ഞാൽ not complete but almost no, half no ആണ്. അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ a few ആണ്. ലിറ്റിലിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ a little ആണ്. A few people attended the meeting എന്ന് പറഞ്ഞാൽ some people attended the meeting. A little milk was there എന്ന് പറഞ്ഞാൽ some milk was there. Little water was left എന്ന് പറഞ്ഞാൽ almost no. അന്നേരം seldom, barely, scarcely, hardly, few, little are semi negative words in English. ഈ വാക്കുകൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ ഉണ്ടെങ്കിലും അതൊരു പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കിയാൽ തന്നിരിക്കുന്നത് grapes seldom grow here. അതായത് സെൽഡം ഉണ്ടായത് കൊണ്ട് ഈ സെന്റൻസിനെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. ഷീ റെയർലി ഡ്രിങ്ക്സ് കോഫി. നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആക്കിയില്ല, ടാഗ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. ഡസ് ഷീ, കാരണം ഈ സെന്റൻസ് റെയർലി ഉണ്ട്. അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. സെൽഡം, ബെയർലി, സ്കാർസ്ലി, ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ ആർ സെമി നെഗറ്റീവ് വേർഡ്സ്. ഈ വാക്കുകൾ തരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം കോമ്പറ്റീറ്റീവ് ടെസ്റ്റിന് പോകുമ്പോൾ അവർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് സെന്റൻസ് തരുന്നത്. അങ്ങനെ നമ്മൾ ആ ബേസിക് റൂൾ വെച്ച് പഠിച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയാൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. ഈ വാക്കുകൾ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അവയെ ആ സെന്റൻസുകളെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ട് പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അനീസ മാത്രമേ ഉള്ളൂ കൈ കാണിക്കുന്നത്, വേറെ ആരും ഇല്ല ഇവിടെ? ഹർഷു മനസ്സിലായോ? ധന്യ സുരേഷ് താങ്ക് യു. ശ്വേത സുനിൽ ഓക്കെ. സ്വാതി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി, ചോദിക്കാൻ പറ്റരുത്. കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡോട്ട് പോകാമില്ല. അന്നേരം നീ ക്വസ്റ്റ്യൻ സെഷൻ ആണ്. ഷീ ഈസ് എ ഡോക്ടർ. സെന്റൻസ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് റൂൾ എന്തുവാ? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഇതിനകത്ത് ഏതാ ഓക്സിലറി വെർബ്? പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ, ഓക്സിലറി വെർബ് ഏതാ? ഈസ് ദ ഓക്സിലറി വെർബ്. ഓക്കെ. അന്നേരം നമ്മൾ ഓക്സിലറി വെർബിനെ ഇവിടെ കൊണ്ടുവരിക. അന്നേരം ഇനി സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇതിനകത്ത് ഏതെങ്കിലും നോ വേർഡ് ഉണ്ടോ? ഇതിനകത്ത് പോസിറ്റീവ് ആണ്. അന്നേരം ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ഷീ ഈസ് എ കറക്റ്റ് പ്രോനൗൺ. അന്നേരം ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ? എന്താ ഈസ് ഷീ കറക്റ്റ് അല്ലാത്തത്? ഈസ് കറക്റ്റ് അല്ലാത്തതിന് കാരണം ഇത് പോസിറ്റീവ് ടാഗ് ആണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. Doesn't have nothing to do with that. That is absolutely wrong because there is no does here. Is already there. So the correct answer is B. So മനസ്സിലായില്ല? ഇത് ബേസിക് സെന്റൻസ്, സിമ്പിൾ സെന്റൻസുകളാണ്. ടെസ്റ്റിനൊക്കെ വരുന്നത് ചിലപ്പോൾ ലോങ് സെന്റൻസുകളായിരിക്കും. അന്നേരം ഇതിപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കി തുടങ്ങുമല്ലേ. കാരണം ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഇനി പഠിപ്പിക്കും. ഇത് ആദ്യത്തെ ഒരു പ്രൊമോഷൻ ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ ബേസിക് കാര്യങ്ങളെ ഇതിനകത്ത് സംസാരിക്കുന്നുള്ളൂ. ഇനിയുള്ള വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമ്മൾ ലോങ് സെന്റൻസുകൾ പ്രസന്റ് ചെയ്യും. അതിനകത്ത് എങ്ങനെയാണ് ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും ഏത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കറക്റ്റ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2. യു ഡോണ്ട് ലൈക്ക് കോഫി. ഇതിനകത്ത് ഓക്സിലറി വെർബ് വിസിബിൾ ആണ്. ഏതാ ഓക്സിലറി വെർബ്? ഡു. ഓക്സിലറി വെർബ് ഡു ആണ്. ഓക്കെ. ഇത് വിസിബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്സിലറി വെർബ് ഡു ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ?
Negative. Sentence is negative. Then question tag should be positive. ഏതാണ് correct ഉത്തരം? Do you? മൗസ് എന്റെ കയ്യിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്, അതുകൊണ്ട് ഈ ടിക്ക് ചെയ്തൊന്നും ശരിയാവാത്തത്. അതിന് കറക്റ്റ് ഉത്തരം do you. ഓക്കെ, didn't see കംപ്ലീറ്റ്ലി നമ്മൾ ഡിഡിന്റെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ, ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഡു ആൾറെഡി ഉണ്ട്. ഇല്ല, ഡോണ്ട് യു നമ്മൾ എന്താ ഉപയോഗിക്കാത്തത്? കാരണം സെന്റൻസ് നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. They will come tomorrow. ഓക്സിലറി വിസിബിൾ ആണോ? ഓക്സിലറി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കാണാമോ? ദേ അടക്കുന്ന ഓക്സിലറി വെർബ്. ഏതാ ഓക്സിലറി വെർബ് ഇവിടെ? will ആൾറെഡി ഉണ്ട്. അന്നേരം will they will come tomorrow. ഇത് സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? Sentence positive. Positive. Question tag should be negative. Will they out? Don't they? Anyway, it's not in the picture at all. So what is the correct one? A. Won't they? Negative form of will is won't. Now question number 4. He has finished the work. Auxiliary verb visible or no? Auxiliary verb visible or no? ഏതാ auxiliary verb? Has. Sentence negative ആണോ പോസിറ്റീവ് ആണോ? Sentence positive. Sentence positive ആണ്. ഇവിടെ ഒരു no word will ഇതിനകത്ത്. അന്നേരം sentence question tag should be negative. അത് ഏതാ correct ഉത്തരം? Negative. B. As in he. Okay, very good. Question number 5. Let us go to the park. I saw the suggestion sentence starting with the letters. There is only one question tag that is correct. Always it is shall be. Okay. B ആണ് ഇവിടെ correct ഉത്തരം. അതായത് ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ലെറ്റേഴ്സ് ചേർത്ത് സെന്റൻസ് വരുവാണെങ്കിൽ അത് shall be ആണ്. Question number 6. I am your friend. I am your friend. Question tag ഏതാ? അല്ല സോറി, auxiliary verb ഏതാ? am തന്നിട്ടുണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്, അന്നേരം നെഗറ്റീവ് ആണ്. ആമിന്റെ നെഗറ്റീവ് ഫോം നമ്മൾ റൂൾ പറഞ്ഞു, അത് ആമിന്റെ ആൻഡ് ഐ. ഇതാണ് ബി ആണ് ഉത്തരം. ആൻഡ് ഐ ആണ് കറക്റ്റ് ഉത്തരം. Question number 7. Open the window. ഇത് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്? ഓർഡർ ടൈപ്പ്. Open the window. Imperative sentence ആണ്, starting with the verb. Okay. Imperative sentence ആണെങ്കിൽ always the question tag will be will you. ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. won't you അല്ല, don't you അല്ല. ഓപ്പൺ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് വിത്ത് വെർബ് ആണ്, അത് imperative sentence ആണ്. അതിന്റെ question tag is always will you. അങ്ങനെയുള്ള സെന്റൻസിൽ ഞാൻ പറയുന്നത് ലെറ്റേഴ്സും പിന്നെ ഇമ്പറേറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ മറ്റ് റൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവോ പോസിറ്റീവോ ആക്കണമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ലെറ്റേഴ്സ് വരുമ്പോൾ ആൾവേസ് ഷാൾ ബി, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ആൾവേസ് വിൽ. അന്നേരം അതിനകത്ത് ഇമ്പറേറ്റീവ് സെന്റൻസ് പിന്നെ പ്രോനൗൺ എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും യു ആണ്. ഓപ്പൺ ദ വിൻഡോ, ദാറ്റ് മീൻസ് യു ഓപ്പൺ ദ വിൻഡോ. ആൾവേസ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ യു ആണ്. പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവ് കൺസിഡർ ചെയ്യണ്ട. She was late. ഇതിനകത്ത് ഓക്സിലറി വെർബ് ഏതാ? Was. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ്. അന്നേരം അതിന്റെ ഓക്സിലറി വെർബ് was എടുക്കുക, അത് നെഗറ്റീവ് ആക്കുക. അന്നേരം ഏതാണ് കറക്റ്റ് ഉത്തരം? എ ആണ് കറക്റ്റ് ഉത്തരം. Question number 9. You can swim. ഇതിനകത്ത് ഓക്സിലറി വെർബ് വിസിബിൾ ആണ്. You can swim. ഏതാണ് ഓക്സിലറി വെർബ്? സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ്. ക്യാനിന്റെ നെഗറ്റീവ് കൊടുക്കണം, അതായത്
മനസ്സിലായോ കാര്യം? പിന്നെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ലെറ്റ് us go to question number 10. They didn't call you. ഓക്സിലറി വെർബ് വിസിബിൾ ആണ്. ഏതാ ഓക്സിലറി വെർബ്? ഡിഡ് ഉണ്ട്. ഡിഡ് അവിടെ ഉണ്ട്. ആ, സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. അന്നേരം ഡിഡ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. അന്നേരം ഡിഡിന്റ് ദേ ഈസ് ഔട്ട്. Anyway, not the picture. So what is the correct answer? Did they? Did they ആണ് correct. Let's go to question number 11. Nobody called. Nobody called. ഇതിനകത്ത് പ്രശ്നമുണ്ട്. എന്തുവാ പ്രശ്നം? ഓക്സിലറി വെർബ് നോട്ട് വിസിബിൾ. അന്നേരം നിങ്ങൾ എടുക്കേണ്ടത് മെയിൻ വെർബ് എടുക്കുക. അതിനകത്ത് ഈസ് ഇല്ല, വാസ് ഇല്ല, വേർ ഇല്ല, ഹാവ് ഇല്ല, ഹാസ് ഇല്ല, ഹാഡ് ഇല്ല, വിൽ ഇല്ല, ഷാൾ ഇല്ല, ഷുഡ് ഇല്ല, ഓക്സിലറി വെർബ് ഒന്നും കാണാനില്ല. അന്നേരം നിങ്ങൾ എടുക്കേണ്ടത് മെയിൻ വെർബ്. മെയിൻ വെർബ് എന്ന് പറയുന്നത് കോൾഡ്. കോൾഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനകത്തുള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡ്. എപ്പോഴും മനസ്സിലാക്കോ, പാസ്റ്റ് ടെൻസ് വേർഡ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് വാക്കുകളാണെങ്കിൽ അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഓക്കെ, നമ്മൾ ഡിഡ് എടുത്തു. പക്ഷെ ഇനി നമ്മൾ പറയുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെന്റൻസ് ഈസ് നെഗറ്റീവ് ബിക്കോസ് ഓഫ് നോബഡി. സെന്റൻസ് നെഗറ്റീവ് ആണ്. അതിനകത്ത് ഡിഡ് നമുക്ക് അന്നേരം ഡിഡിന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, സെന്റൻസ് നെഗറ്റീവ് ആണ്. ഡസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അന്നേരം വാട്ട് ഈസ് ഓപ്ഷൻ അവൈലബിൾ? ഡിഡ് എനിവൺ. ഡിഡ് ദേ എന്നും ചോദിക്കാം. ഡിഡ് ദേയും കറക്റ്റ് ആണ്, ഡിഡ് എനിവണ്ണും കറക്റ്റ് ആണ്. ഓക്കെ, അതിനകത്ത് പ്രോനൗൺ ഇപ്പൊ നോബഡി എന്നുള്ളത് നമുക്ക് ദേ റെപ്രസെന്റ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ദേ ഉണ്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത, ഇത് എടുക്കാത്തത് ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ടാഗ് വേണം ഇതിന്, കാരണം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. She hardly speaks. ആരെങ്കിലും ഒരു കുട്ടി എനിക്ക് ആ ഉത്തരം ഒന്ന് പറഞ്ഞാ? കൃഷ്ണപ്രിയ, ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഓപ്ഷൻ ലെറ്റർ പറഞ്ഞാൽ മതി. ചൈതന്യ പറയുന്നു എ. മറ്റു കുട്ടികൾ എന്താ പറയുന്നു? എ ആണ് കറക്റ്റ് അല്ലേ? ഇതിനകത്തും ഓക്സിലറി വെർബ് വിസിബിൾ അല്ല. ഇതിനകത്ത് ഈസ് ഇല്ല, വാസ് ഇല്ല, വേർ ഇല്ല, ഹാസ് ഇല്ല, ഹാവ് ഇല്ല. അന്നേരം നിങ്ങൾ മെയിൻ വെർബ് എടുക്കുക. മെയിൻ വെർബ് ഏതാ എടുക്കേണ്ടത്? സ്പീക്സ്. സ്പീക്സ് പ്രസന്റ് ടെൻസ് ആണ്. സ്പീക്സിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഡസ് ആണ്. സ്പീക്കിനകത്തുള്ളത് ഡു ആണ്. സ്പോക്ക് പാസ്റ്റ് ടെൻസിനകത്തുള്ളത് ഡിഡ് ആണ്. ഈ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കണം. സ്പീക്സിനകത്ത് ഡസ്, സ്പീക്ക് എസ് ഇല്ലാത്ത സ്പീക്ക് അതിനകത്ത് ഡു, സ്പോക്ക് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ്. അതാണ്. അന്നേരം നമ്മൾ ഡസ് എടുത്തു. ഇനി നമ്മൾ കാണേണ്ടത് സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇതിനകത്ത് ഏതെങ്കിലും നോ വേർഡുകൾ ഉണ്ടോ? നോ വേർഡുകൾ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു റൂള് പഠിച്ചു. സ്കാർസ്ലി, ഹാർഡ്ലി, ഫ്യൂ എന്നുള്ള വാക്ക് സെമി നെഗറ്റീവ് ആണ്. ഇതിനകത്ത് കാണുന്നത് കിടക്കുന്ന ഒരു ഹാർഡ്ലി കിടപ്പുണ്ട്. ഈ ഹാർഡ്ലി ഉണ്ടെങ്കിൽ ഈ സെന്റൻസ് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വേണം. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. എ ആണ് കറക്റ്റ് ഉത്തരം. Does she? And congratulations. Let us go to question number 13. He's never been there. ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം ഒന്ന് പറയാമോ? നീതു. ഇതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തോ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ഒരു പ്രശ്നം, ഹി അപ്പോസ്ട്രോഫി എസ്, അത് ഹി ഈസ് ആണോ ഹി ആസ് ആണോ? ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ
ഈ അപ്പോസ്ട്രഫി ഇട്ട് വരുമ്പോൾ ഇതിന് രണ്ട് രീതിയിലാവാം. ഇത് ഹി ഹാസ് ആവാം, ഹി ഈസ് ആവാം. ഇത് ഹാസ് ആണോ ഈസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് വെർബിനായിട്ട് പോകണം. ബീൻ. ഹി ഈസ് നെവർ ബീൻ നമ്മൾ പറയില്ല, കാരണം ബീൻ എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി ഫോം ആണ്. ഈസും ആമും ആറിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ. അന്നേരം ഈ ബീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കത്തില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹി ഹാസ്. ഹി ഹാസ് ചുരുക്കി എഴുതിയേക്കുവാണ് ഹി അപ്പോസ്ട്രഫി എസ്. അന്നേരം ഹി ഹാസ് നെവർ ബീൻ ദെയർ. ഇവിടെ ഓക്സിലറി വെർബ് കിടക്കുന്നത് ഹാസ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെന്റൻസ് നെഗറ്റീവ് ആണ്. ഓക്കെ, സെന്റൻസ് നെഗറ്റീവ് ആയപ്പോൾ പോസിറ്റീവ്. ചൈതന്യ പറഞ്ഞ ആ ഉത്തരം കറക്റ്റ് ആണ്. ഹാസ് ഹി ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അനീഷ, കൃഷ്ണപ്രിയ. Question number 14. We should help them. ഇവിടെ ഓക്സിലറി വെർബ് ഈസി ആണ്. നമുക്ക് ഓക്സിലറി വെർബ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഷുഡ് ഓക്സിലറി വെർബ് ഉണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആണ്. നമ്മൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ഉണ്ടായിരിക്കണം. അത് ഇത് നെഗറ്റീവ് അല്ല, അതുകൊണ്ട് ഇത് ഔട്ട്. ഡോണ്ട് ബി നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടെ ഷുഡ് ഉള്ളപ്പോൾ നമ്മൾ ഡു ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കറക്റ്റ് ഉത്തരം എ, ഷുഡിന്റ് ബി. ഓക്കെ, എ ആണ് കറക്റ്റ് ഉത്തരം. Question number 15. Don't be late. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ആരെങ്കിലും ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? സെന്റൻസ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിംഗ് വിത്ത് വെർബ്. ഓർഡർ ടൈപ്പ് സെന്റൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓർഡറിന് നമ്മൾ കംപ്ലീറ്റ് പറയുന്നില്ലെങ്കിലും ഓർഡർ ടൈപ്പ് സെന്റൻസുകളാണ്. ഡോണ്ട് ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ആവണമെന്നില്ല. നമുക്ക് ടീച്ചർ പറയുന്ന ഡോണ്ട് ബി ലേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിന്റെ അടുക്കാൻ പറഞ്ഞ ഡോണ്ട് ബി ലേറ്റ്, അത് ഓർഡർ ആവണമെന്നില്ല. പക്ഷെ അതൊരു ഓർഡർ ടൈപ്പ് ആ ഇമ്പറേറ്റീവ് കാറ്റഗറിയിൽ വരുന്ന സെന്റൻസ് ആണ്. സ്റ്റാർട്ടിംഗ് വിത്ത് വെർബ് ആണ് ഡോണ്ട് ബി ലേറ്റ്. അതിന്റെ ക്വസ്റ്റ്യൻ ആൾവേസ് will you. Okay, the train arrives at 9. Tell me, who will tell me the correct answer? സിസിന ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? അതോ ജോയിൻ ചെയ്തിട്ട് വീണ്ടും പോയി, വീണ്ടും ജോയിൻ ചെയ്ത്, വീണ്ടും പോയി, വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണോ? ആർക്കെങ്കിലും പറയാമോ? ചൈതന്യ പോയോ? ഉത്തരം ബി. ചൈതന്യ പറയുന്നു ഉത്തരം ബി. ഓക്കെ, നീതു പറയുന്നു ബി ആണ് ഉത്തരം. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ലെറ്റ്സ് സീ ദ ബേസിക് സ്ട്രക്ചർ. ഇതിനകത്ത് ഓക്സിലറി വെർബ് വിസിബിൾ അല്ല. ഓക്സിലറി വെർബ് വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ മെയിൻ വെർബ് എടുക്കുന്നു. ദ ട്രെയിൻ അറൈവ്സ്. ദ മെയിൻ വെർബ് എന്ന് പറയുന്നത് അറൈവ്സ് ആണ്. ഓക്കെ, അറൈവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അറൈവ് ആണെങ്കിൽ അതിനകത്ത് ഡു, അറൈവ്സ് ആണെങ്കിൽ അതിനകത്ത് ഡസ്, അറൈവ്ഡ് ആണെങ്കിൽ അതിനകത്ത് ഡിഡ്. ഇവിടെ അറൈവ്സ് ആണ്, അതിനകത്ത് ഡസ് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് ഡസ് ചേർത്ത് രണ്ട് ഉത്തരം തന്നിട്ടുണ്ട്. ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഈസിന്റെ നമുക്ക് കംപ്ലീറ്റ്ലി ഔട്ട്, ഇറ്റ്സ് നോട്ട് ഇൻ ദ പിക്ചർ. ഓക്കെ, ഇതിനകത്ത് ഡെസിൻഡിറ്റ് ഉണ്ട്, ഡെസിറ്റ് ഉണ്ട്. അന്നേരം സെന്റൻസ് നമ്മൾ ഇനി കൺസിഡർ ചെയ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? The train arrives at 9. Sentence is positive. Then question tag should be negative. So Chaitanya, Needu, your answer is perfectly right. Doesn't it? John likes pizza. John likes pizza. ആരാണ് ഉത്തരം പറയുന്നത്? ഇതിനകത്ത് ഓക്സിലറി വെർബ് വിസിബിൾ അല്ല. അന്നേരം പിന്നെ നമ്മൾ മെയിൻ വെർബ് എടുക്കുക. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ പിസ നൗൺ ആണ്, ജോൺ ഒരു നൗൺ ആണ്. അത് പിന്നെ ബാക്കിയുള്ള ഒരു വാക്കെന്ന് പറഞ്ഞാൽ ലൈക്സ് ആണ്, അതാണ് വെർബ്. ഓക്കെ, ലൈക്സ് പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അതിനകത്ത് ഡസ് ഉണ്ട്, ലൈക്കിനകത്ത് ഡു ഉണ്ട്, ലൈക്ഡിനകത്ത്
ഡിഡ് ആണ്. ഇത് ലൈക്സിനകത്ത് ഡസ്. അന്നേരം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഡസ് സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ കറക്റ്റ് ഉത്തരം ബി ആണ്. ചൈതന്യൊക്കെ ഉത്തരം എഴുതി, കൃഷ്ണപ്രിയ ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്, ബി ആണ് ഇതിനകത്ത് കറക്റ്റ് ഉത്തരം. Doesn't he? She won't come. She won't come. ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ട്, നെഗറ്റീവ് ഓക്സിലറി വെർബ് ആണെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഉള്ള ഓക്സിലറി വെർബ് won't. won't എന്നതിനകത്തുള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് will ആണ്. will നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് won't. ആൻഡ് സെന്റൻസ് നെഗറ്റീവ് ആണ്. അന്നേരം കറക്റ്റ് ഉത്തരം ഏതാ? will she. ഓക്കെ, നമ്മൾ കാരണം ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. അന്നേരം വോണ്ടിന്റേത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് ബിൽ മാത്രമേ ഉള്ളൂ. ഷാൽ ഷി നമ്മൾ ഉപയോഗിക്കത്തില്ല. വോണ്ട് ഷി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ പോവില്ല. അന്നേരം ഇവിടെ കറക്റ്റ് ഉത്തരം എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. They weren't here. They weren't here. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. ഏതോ ഓക്സിലറി വെർബ് were. നെഗറ്റീവ് ആണ്, സെന്റൻസ് നെഗറ്റീവ് ആണ്. അന്നേരം ഇവിടെ പ്രോനൗൺ ദേ ആണ്. സോ weren't they is out. And the correct answer is A, were they. Okay, thank you Anisa. Anisa, not only Anisa, many students said the correct answer. A ആണ് correct answer. Were they? They weren't here, were they? I am late again. ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. ഏതാ ഓക്സിലറി വെർബ്? am. am തന്നിട്ടുണ്ട്. ആമിന്റെ നെഗറ്റീവ്, ഇത് സെന്റൻസ് പോസിറ്റീവ് ആണ്. ആമിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ആൻഡ് ആണ്. അന്നേരം ഇവിടെയും കറക്റ്റ് ഉത്തരം ആൻഡ് ആണ്, ആൻഡായി. ബി അല്ല ചൈതന്യ ഇപ്പൊ തന്നെ ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? ആമൈ അല്ല. ഐ ആം ലേറ്റ് അഗെയിൻ സെന്റൻസ് പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഒരെണ്ണേ ഉള്ളു, ആൻഡായി. ആൻഡായി ആണ് കറക്റ്റ് ഉത്തരം. ഉത്തരവെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തു. അന്നേരം പിന്നെ നിങ്ങൾ ഈ സൈഡ് ഇത് ഉത്തരം കാണേണ്ട ആവശ്യമില്ല. അന്നേരം ഇതൊരു ചെറിയ സെഷൻ ആണ്. ആൾമോസ്റ്റ് ടുക്ക് 50-55 മിനിറ്റ്സ്. അന്നേരം സെൽഷ്യസ് മെന്റൽ കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാം ആണ്. അന്നേരം നിങ്ങൾ ഇതിന്റെ മാനേജുമായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് വളരെ ചീപ്പായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രസന്റ് ചെയ്യുന്ന ഒരു മെന്റർ കമ്മ്യൂണിറ്റിയാണ് സെൽഷ്യസ്. So thank you for listening to me so far, and it has been a good session. And how do you feel? നിങ്ങൾക്ക് മനസ്സിലായോ ടാഗ് ക്വസ്റ്റ്യന്റെ ബേസിക് എന്തുവാന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ബേസിക് സെന്റൻസുകളാണ്, കൊച്ചു സെന്റൻസുകളാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. ലോങ് സെന്റൻസ് വരുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷനും ഒക്കെ വരും. അത് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഇബ്രാഹിം ഇപ്പോഴാണ് ജോയിൻ ചെയ്തേ? നേരത്തെ ഉണ്ടായിരുന്നോ ഇതിനകത്ത്? ക്ലാസ് തീർന്നു. Thank you, Neetu. Thank you very much for listening to me. See you later. Until then, goodbye. Thank you very much. പതിമൂന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? അയ്യോ, സ്വാതിയോ? സ്വാതി 13ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതി ഉണ്ടോ അവിടെ?
പേന വേണ്ടല്ലോ. എഴുതി കാണിക്കുന്നതാ. സോ അത് ഇതിനകത്ത് ഹി അപ്പോസ്ട്രഫി എസ് വരുമ്പോൾ അത് രണ്ട് ഓക്സിലറി വെർബ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഹി ഈസ് ആവാം, ഹി ഹാസ് ആവാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഐ ഇട്ടിട്ട് അപ്പോസ്ട്രഫി ഡി ഇടുവാന്നിരിക്കട്ടെ, അത് രണ്ട് ഓക്സിലറി വെർബ് പോസിബിൾ ആണ്. ഐ വുഡ് ആവാം, ഐ ഹാഡ് ആവാം. അത് ഇംഗ്ലീഷിനകത്തുള്ള ഒരു ഒരു രീതിയാണ്. ഐ അപ്പോസ്ട്രഫി ഡി ഓ ഹി അപ്പോസ്ട്രഫി ഡി ഐ മീൻ ഡി, അത് ഹി വുഡ് ആവാം, ഹി ഹാഡ് ആവാം. അതുകൊണ്ട് തന്നെ അപ്പോസ്ട്രഫി എസ് വരുമ്പോൾ ആരാ കരയുന്നേ? അതില്ല. അന്നേരം ഈ ഹി അപ്പോസ്ട്രഫി എസ് വരുമ്പോൾ അത് ഹി ഹാസ് ആവാം, ഹി ഈസ് ആവാം. അന്നേരം നമുക്കിത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത എന്റെ കൂടെ വന്നിരിക്കുന്ന വെർബിനെ കാണും. ഇവിടെ തന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ബീൻ ആണ്. ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ബി ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ബി ഫോം. അന്നേരം ബി ഫോം ഏതൊക്കെയാ? ഈസ്, ആറ്, വാസ്, വാ. ഇതാണ് ബി ഫോം. ബി ഫോമിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ. അന്നേരം ഹി ഈസ് ബീൻ നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് വരുമ്പോൾ അതിന്റെ കൂടെ പോകുന്നത് ഹാസ് ആയിരിക്കാം, ഹാവ് ആയിരിക്കാം, ഹാഡ് ആയിരിക്കാം. ഹി ഹാഡ് ബീൻ, ഹി ഹാസ് ബീൻ, ഹി ഹാവ് ബീൻ നമ്മൾ സിംഗുലർ വെച്ച് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഹി ഹാഡ് ബീൻ എന്ന് പറയാം. അന്നേരം ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഹാസ് ആണ്. ഓക്കെ, അന്നേരം ഇവിടെ ഈസ് അല്ല. അന്നേരം ഇങ്ങനെ ഐ അപ്പോസ്ട്രഫി ഡി വരുമ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഐ അപ്പോസ്ട്രഫി ഡി ഒരു സെന്റൻസ് പറഞ്ഞാൽ ഐ ലൈക്ക് യു. അന്നേരം ലൈക്ക് എന്നുള്ള വെർബ് ബേസിക് വെർബ് ആയതുകൊണ്ട് ഐ വുഡ് ലൈക്ക് വരും. അത് ലൈക്ഡ് ആണെങ്കിൽ ഐ ഹാഡ് ലൈക്ഡ് എന്നേ പറയും. ഐ വുഡ് ലൈക്ഡ് എന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ല, അത് ഹാഡ് ആണ്. അന്നേരം ഇങ്ങനെ ഹി അപ്പോസ്ട്രഫി എസും അല്ലെങ്കിൽ ഹി അപ്പോസ്ട്രഫി ഡിയും വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വന്ന വെർബ് നോക്കുക. കൂടെ വരുന്ന വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ഫോർത്ത് ഫോം ഓഫ് ദ വെർബ്. ഏതാ ഫോർത്ത് ഫോം ഓഫ് ദ വെർബ്? ഡു, ഡൂയിങ്, ഡിഡ്, ഡൺ. അതായത് ഫോർത്ത് ഫോം ഓഫ് വെർബ്. അത് ഫോർത്ത് ഫോം ഓഫ് ദ വെർബ് ആണെങ്കിൽ അത് ഹാസ് ആയിരിക്കാം, ഹാവ് ആയിരിക്കാം, ഹാഡ് ആയിരിക്കാം. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഹാസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഹാസ് ആണ്. പിന്നെ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഉത്തരം ഹാസ് ഹി. അതാണ് പറഞ്ഞത്. സ്വാതിക്ക് മനസ്സിലായോ? സ്വാതി ആയുധയ? ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഉണ്ട്? ഇപ്പൊ എന്തായാലും രണ്ടുപേരേ ഉള്ളൂ ഗ്രൂപ്പിനകത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, thank you, Swati. It's nice you asked me a doubt. Thank you. Always welcome. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ, വേറെ ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ. Okay then. Thank you. Thank you. Thank you once again. Thank you. Record ചെയ്തോ? Record ചെയ്തിട്ട്